ഇന്നലെ രാത്രി ലൈവിലാണെങ്കിൽ അനുമോളുടെ ചെരുപ്പാണ് എപ്പാനിശരത്തെടുത്ത് മാറ്റിയിടുന്നുണ്ട്. ആ 2, 3 ആവർത്തി അത് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് അനുമോളുടെ പാവയുണ്ടല്ലോ, ആ പാവ എടുത്ത് പുറത്ത് കളയുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഇന്നലെ രാത്രി അനുമോൾക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. ബാത്റൂമിൽ പോകുന്നു. അനുമോള് തിരിച്ച് ബാത്റൂമിൽ പോകുമ്പോ പോലും അനുമോള് പാവയും കൊണ്ട് പോകുന്നത്. ഇത് പ്രാച്ചിയാ പാവയുടെ പേര്. അതിനെയും കൊണ്ട് പോകുന്നത്. അതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ജയിലിൽ കയറി കഴിയുമ്പം നമ്മുടെ ശരത്ത് എന്ത് ചെയ്യുന്നറിയാം, അനുമോട് ചെരുപ്പ് എടുത്ത് തട്ടി തട്ടി മാറ്റി വേറെ മാറ്റി വെക്കുന്നത്. അതിന് മുമ്പേ റേണ ഫാത്തിമയും വന്നു കഴിഞ്ഞാൽ ആ ചെരുപ്പ് തട്ടി മാറ്റുന്നുണ്ട്. ഇത് കണ്ടിട്ട് പിന്നെ ശൈത്യ വരുന്നു. ശൈത്യ പിന്നെ ചെരുപ്പ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ ചെരുപ്പ് പിന്നെ അനുമോൾ എടുത്ത് അവിടെ ജയിലിനകത്തൊരു മരം ഉണ്ടല്ലോ, ആ മരത്തിനകത്ത് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പാനിശരത്ത് അത് എടുക്കാൻ നോക്കുന്നു. വീണ്ടും അനുമോള് ഇറങ്ങി പോടോ പോടോ എന്ന് പറയുന്നുണ്ട്. എന്തൊരു കഷ്ടം ഇതെന്ന് പറയുന്നു. സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അപ്പാനിശരത്ത് വെളിയിൽ നിന്ന് കൈയിട്ട് ആ മരത്തിലിരിക്കുന്ന ചെരുപ്പെടുക്കാൻ നോക്കുന്നുണ്ട്. അനുമോളാണെങ്കിൽ ചവിട്ടുന്നു. പിന്നെ വെള്ളം കോരി ഒഴിക്കുന്നു. വീണ്ടും അതെടുത്ത് അതിനകത്ത് വെക്കുന്നു. വീണ്ടും അപ്പാനിശരത്ത് ശല്യം ചെയ്യുന്നു. ഇത് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് അനുമോള് ശരത്തിനെ. അനുമോൾ ഇതൊന്നും സീരിയസ് ആക്കേണ്ട യാതൊരു കാര്യമില്ല. ഇതൊക്കെ വെറും ഫണ്ണിയായിട്ട് കരുതിയാൽ, തമാശയായിട്ട് കരുതിയാണ്. ഇന്നലെ അപ്പാനിശരത്ത് ചെയ്ത ആ പ്രവൃത്തിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും തമാശയാണ്. ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തു അനുമോളാ ഇത്? ഇത് കുറച്ച് ഓവറും കൂടെ ആവുന്നുണ്ട് അനുമോള്. അനുമോളെ വേടുകൾ സംസാരത്തിലൂടെ ഒക്കെ വേദനിപ്പിക്കുന്നവരുണ്ട് അതിനകത്ത്. അപ്പാനിശരത്ത് കഴിവതും അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പിന്നീട് വന്ന് തണുപ്പൻ രീതിയിൽ വന്ന് അനുമോളോട് കൂട്ടുകൂടാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അനുമോൾ ഒരു തരത്തെ അടുക്കത്തില്ല കേട്ടോ.